ഷാജൻ ചേട്ടാ, ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ചേട്ടൻ്റെ വൈഫ് ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് വിന്നറാണ്. അപ്പോൾ ശരിക്കും ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച ഒരു സുന്ദരിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണോ ആ കല്യാണം? സത്യം പറഞ്ഞാല് ഒരു അബദ്ധം പറ്റിയതാ. ഓ, എൻ്റെ അമ്മ. അവക്ക് അതെ, അങ്ങനെ പറയണം. അവള് 2002 മിസ് തൃശ്ശൂരൊക്കെ ആയിരുന്നു. അടിപൊളി. അപ്പം അത് കഴിഞ്ഞാണ് നിങ്ങൾ എങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത്? ഞങ്ങള് കണ്ടുമുട്ടുന്നത് ഞങ്ങൾ ഒരുമിച്ചൊരു ഷോയ്ക്ക് പോയതാണ് ഗൾഫിൽ. അപ്പം നമ്മൾ മിമിക്രി, നമ്മുടെ കോട്ടയം നസീർ നവാസ്, അങ്ങനെ ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഡാൻസിന് വേണ്ടിയിട്ട് ഒരു ടീം, അവർ മയൂര നൃത്ത കലാലയം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടൊരു കൃഷ്ണമണി ടീച്ചറിൻ്റെ ഒക്കെ ഒരു ടീമുണ്ട്. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം ഇതിനകത്തൊരു മിസ് തൃശ്ശൂർ ഉണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോൾ കാണാൻ നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ റിഹേഴ്സലും തുടങ്ങിയിട്ടും മിസ് തൃശ്ശൂരിനെ കാണുന്നില്ല. അപ്പം അത് കഴിഞ്ഞാൽ നമുക്കെന്തോ ഇതൊക്കെ ആഡിൻ്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജാട എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ഇവള് വന്നു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യരുത്. പക്ഷേ ഇവള് വന്നതിന് ശേഷം പെട്ടെന്ന് ഡാൻസൊക്കെ പഠിച്ചെടുത്ത് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി. ഞാൻ മാത്രം മസിൽ പിടിച്ച് ഇവളോട് കലിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സീർക്കയും നവാസും അവരൊക്കെ ഭയങ്കര കമ്പനിയായി. ഞാനെപ്പോഴും മസിൽ വിടാതെ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അവളെന്നോടൊന്നും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ സമയത്ത് നമുക്ക് വീട്ടിലമ്മച്ച് കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ചുമ്മാ ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. നോ എന്ന് പറഞ്ഞ് അപ്പോഴേ നോ എന്ന് പറഞ്ഞ് വിചാരിച്ചേ. അവളെന്തോ പറഞ്ഞു, ആ വീട്ടിൽ ഒന്ന് ആലോചിക്കും, വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സത്യം? സത്യം. ഞാൻ വന്ന് വീട്ടിൽ പോയി ആലോചിച്ച്, വീട്ടുകാർ പറഞ്ഞു കുറച്ചുകൂടെ സമയം വേണം. സമയം എടുത്തോളാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെയായിരുന്നു. അപ്പോൾ 6 മാസമാണ് ഞങ്ങൾ ഒന്ന് പ്രേമിച്ചതെന്ന് പറയാം. എന്താ എന്താ ഞാൻ അവളെ കല്യാണം കഴിച്ചാണോ? വൈഫിനെ കല്യാണം കഴിച്ചായിരുന്നു പറഞ്ഞത്? കല്യാണം കഴിച്ചായിരുന്നല്ലോ. ഞാനെന്താ ശരിയുടെ എന്റെ കുപ്പിയുടെ കാര്യം പറഞ്ഞാണോ? അതാണോ? അതല്ലെന്നേത്. ഇവിടെ ഇത്ര കഴിവുള്ള ഞാൻ അപ്പുറത്ത് നിൽക്കണം. ഇത്ര നാളെ നിറങ്ങിൻ്റെ അകത്ത് കിടക്കണം. കാഞ്ചേട്ടാ ഇന്നസെന്റ് ഏട്ടൻ വന്നപ്പോ ഇന്നസെന്റ് ഏട്ടന്റെ റെക്കമെൻഡേഷൻ ഇവിടെ നിർത്തിയ കേശവമാമനാണിത്. പുള്ളി അതിനെ വന്നിട്ട് വെറുതെ ഒന്നും ചെയ്യത്തുമില്ല, നമ്മുടെ ഭക്ഷണവും കഴിച്ച് ഇതും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ചെയ്യിച്ചാലല്ലേ ചെയ്യുള്ളൂ ഷാജി. ഈ പിള്ളേർക്ക് പുള്ളി അവസരം കൊടുക്കുന്നില്ല. ഒരവസരം എനിക്ക് തന്നില്ല ഇവിടെ. അല്ല, അത് ചേട്ടന് കഴിവുണ്ടെങ്കിൽ ഇവര് തരുമല്ലോ കേട്ടോ. അപ്പൊ നമുക്ക് അതല്ലാതെ ഇനിയിപ്പോ അതൊക്കെ വിട്ടേക്ക്. ഞാൻ അത് വിട്ട്, ആ കേസ് വിട്ട്. ഇനിയിപ്പോ ഇത് പറഞ്ഞു തരുന്നത് ഇങ്ങനെ തന്നെ തുടരുള്ളൂ. ഞാനൊരു സംഭവം ഉണ്ടാക്കിയാൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിടിപാടല്ല. എനിക്ക് ഇതേ അമ്മയുടെ കത്തായിട്ടാണ് നടക്കാൻ. അമ്മയുടെ കത്ത്. അല്ല, ചെറിയ സിനിമ നടനൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? സുഹൃത്തല്ല, ഞാൻ നമ്മുടെ അസോസിയേഷനിൽ പോയി പരാതിപ്പെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതെ. അസോസിയേഷൻ അതല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. അത് ഇടവേള ബാബുച്ചേട്ടനുമായിട്ട് സംസാരിച്ചു, ഇതുവെല്ലാം പറഞ്ഞു ഈ കാര്യമല്ലോ. പുള്ളി കാണുന്നുണ്ടല്ലോ, പുള്ളിയുടെ പറയണെന്തിനാ? അല്ല, കണ്ടോണ്ടിരിക്കല്ലേ. എച്ചിക്കുട്ടിയുമായിട്ട് സംസാരിച്ചോ? കൃഷ്ണൻകുട്ടിയായിട്ട് സംസാരിച്ചില്ലേ? കാരണം അവൻ ഫുൾ ടൈം വെള്ളമാണ്, അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷ്ണൻകുട്ടിയല്ല, എക്സിക്യൂട്ടീവ്. കുട്ടി കാണുമല്ലോ, അറിഞ്ഞോളൂ. ഇതിനോട് അനുഭവിച്ചു കത്ത് കിട്ടിയല്ലോ അമ്മ. നിങ്ങളെ അമ്മയിലൊക്കെ പോയി പരാതിപ്പെടും. ഇതിനൊരു വാർത്താ പ്രാധാന്യം കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങളുടെ ഉദ്ദേശം അതാണ്, അല്ലാതെ അമ്മയിലെ പോയി പരാതിപ്പെടേണ്ട ആവശ്യമില്ല. സ്വന്തം കഴിവുകൾക്ക് ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ആരും ചെയ്യണ പ്രവൃത്തി ഇതൊക്കെ തന്നെയാണ്. നമ്മ ദുരിതം വെച്ച് ശ്രമിക്കും നമ്മള്. അല്ല, അതിപ്പോ അമ്മ അവിടെ ചെന്ന് പറഞ്ഞൊരു വിഷയമാക്കണ കാര്യമല്ല. നോക്കിയാൽ ചിലപ്പോൾ ലാലേട്ടൻ എഴുത്തുമല്ലായിരിക്കും. മനുഷ്യന് പരിധിയില്ല സഹിക്കണേ. നിങ്ങൾക്ക് എന്തോ അല്ലേ? അങ്ങനല്ല. ബഹുമാനപ്പെട്ട പിഷാരടി അറിയാൻ, ഈ കത്തുമായി വരുന്നയാൾ നിസ്സാരക്കാരനല്ല. ഇവന്റെ കഴിവുകളെ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. നിങ്ങളുടെ ഈ പരിപാടിയിൽ മറ്റാൾക്കാരെ മാറ്റി നിർത്തി കൂടുതൽ സമയം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ ഇവന് അവസരം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സ്വന്തം അമ്മ ശ്രീ. ഒപ്പായിട്ട് ശ്രീ എന്നാണല്ലോ എഴുതി വെച്ചേക്കുന്നത്. എന്റെ അമ്മയുടെ ഒപ്പ് ശ്രീ എന്നല്ലാണ്ട് പിന്നെ പുരുഷൻ അമ്മാന്റെ അമ്മയുടെ ഒപ്പാണ് എഴുത്താണ്. എന്റെ അമ്മയുടെ ഒപ്പാണ് അതിനെ കൊണ്ട് തങ്ങടത്. എന്റെ അമ്മ എഴുതി പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ ഇത് കേൾക്കേണ്ടത്? അമ്മ പറഞ്ഞ ഞങ്ങൾ എന്തിനാ അനുസരിക്കുന്നത്? നിങ്ങൾ ഏതമ്മടായിരുന്നു പറഞ്ഞത്? നമ്മുടെ അസോസിയേഷൻ നടന്മാരുടെ അസോസിയേഷൻ അമ്മയുണ്ടല്ലോ. അസോസിയേഷൻ അമ്മയെക്കാളും വലിയ ഏറ്റവും വിലപിടിപ്പുള്ള അമ്മയാണ് എന്റെ അമ്മ. എന്റെ അമ്മനെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ട് നിങ്ങളുടെ അമ്മ ഒരു എടുത്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ അവസരം തരേണ്ട കാര്യമില്ലല്ലോ. അമ്മ നിസ്സാരക്കാരത്തെ അല്ല. അമ്മയുണ്ടല്ലോ, എനിക്ക് ഇവിടെ അവസരം തന്നെ കൂടോത്രം ചെയ്തോളെ. കൂടോത്രത്തിന്റെ ആളാണ് എന്റെ അമ്മ. ഒരു കൂടോത്രം ചെയ്ത് അവിടെ വെച്ചാൽ കഴിഞ്ഞാണ്ടല്ല രണ്ടുപേരും ഇരുന്നോടത്തുന്ന അനങ്ങൂല. സ്വന്തം മരുമക്കളെ രണ്ടുപേരെ തളർത്തിക്കിടത്തേക്കണ തള്ള. ഇപ്പൊ എന്തായാലും കൂടോത്ര പരിപാടി ഒന്നും വേണ്ട. അവസരം തന്നെ ഉണ്ടായില്ലയോ? നിങ്ങൾ എന്ത് ചെയ്യാതെ പറ. അന്ന് നല്ല ഐറ്റൂടെ ഞാൻ കാണിക്കും. ഇവിടെ നിങ്ങൾ ഈ പിള്ളേരെ വിളിച്ചിട്ട് ഓരോ കഥകളല്ലേ, ഓരോ വല്യപ്പന്റെ കഥ, അപ്പൂപ്പന്റെ കഥ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കണത്. ഞാൻ അതൊന്നും ഇല്ലാത്ത നല്ല കഥകൾ പറയാം. ബൾബിന്റെ കഥ ആരെങ്കിലും പറഞ്ഞോ? ബൾബിന്റെ നമുക്ക് വെളിച്ചം വീശുന്ന ബൾബിനെ കുറിച്ച് അങ്ങനെയുള്ള മേഖലയിലോട്ട് ആരെങ്കിലും കടന്നുവിടാ? ഇല്ല. ബൾബ് തെളിയുന്ന പല വിധത്തിലുള്ള സാധനം ഇവിടെ കാണിക്കും. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആദ്യത്തെ ബൾബ് തെളിയുന്നത് വെറുതെ സാധാരണ ഒരു ബൾബ് തെളിയുന്നത് എങ്ങനെയാണ്?
ട്യൂബ് ലൈറ്റ് തെളിയുന്ന എങ്ങനെയാണെന്ന് കാണാം. ഇനി നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് കാണാറുണ്ട്. പണ്ടത്തെ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ വലിയ മഞ്ഞ കളറിലായിരിക്കും. അതെങ്ങനെയാണ് തെളിയുന്നതെന്ന് നമുക്ക് കാണാം. മാമ അങ്ങനെയുണ്ട്. ഇതൊക്കെയാണോ മാമ പുതിയത്? ആ ഈ സാധനം ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സ്കൂളിൽ മോണാറ്റ് കാണിച്ചപ്പോൾ അന്ന് ടീച്ചർ പറഞ്ഞതാ ഇത് പഴയ ഐറ്റമാണ്. ഇതൊക്കെ എന്താ ഐറ്റം ആണോ മാമ? ഇതൊക്കെയാണോ ഇതുമായിട്ടൊക്കെയാണോ വരുന്നത്? പഴയ ഐറ്റത്തിന് ഒരു വിലയില്ലേ നാട്ടില്? പഴയ ഐറ്റം രാജാവിന്റെ കിരീടമൊന്നും അല്ല പഴയത്. നിങ്ങൾ പുതിയ ഐറ്റമാണ് ഉദ്ദേശിക്കണം. പുതിയ ഐറ്റമാണല്ലേ നിങ്ങൾക്ക് വേണ്ടത്? പുതിയ ഫ്രഷ് സാധനങ്ങൾ തന്നാൽ എന്ത് വരും? ഫ്രഷ് വരും. വേണ്ടത് എന്താന്ന് വെച്ചാലേ ഈ ഐറ്റം ഞാൻ പുറത്ത് വിടാൻ പറ്റില്ല. ഈ ഐറ്റം അതായത് ഞാൻ സ്വന്തമായിട്ട് മുറിയിലിരുന്ന് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ അവതരിപ്പിച്ച്, ഞാൻ തന്നെ കൈയടിച്ച് വെച്ചേക്കുന്ന ഒരു ഐറ്റമാണ്. പുറത്ത് വിട്ടാൽ ചില ആൾക്കാർ ഇത് മാറ്റി അമേരിക്കൻ ഗൾഫിലൊക്കെ കൊണ്ടുപോയി പൈസ. മനസ്സിലായി. പക്ഷെ വേറൊരു കാര്യമാണോ, ഇവിടെ പറഞ്ഞത് വൈറലാവും. കാര്യം അതേപോലത്തെ ഒരു ഫ്ലോർ ആണിത്. അത് നിങ്ങൾ യൂസ് ചെയ്യണം. ഇവിടെ ഞാൻ കാണിക്കില്ല ഐറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വേണമെങ്കിൽ ഒരു ട്രെയിൻ ഗുഹയിലൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് വേരിയേഷൻ.